ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ടോ നക്ഷത്ര സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ. ഞാനിവിടെ പറയുന്നത് 2026 വിഷുഫലത്തെക്കുറിച്ചാണ്. കഴിഞ്ഞുപോയ വർഷത്തിൽ ഉണ്ടായിരുന്ന സുഖദുഃഖങ്ങളിൽ നിന്നും പുതിയൊരു അധ്യായം തുറക്കുന്ന, സന്തോഷത്തിൻ്റേതായിട്ടുള്ള അധ്യായം തുറക്കുന്ന സമയമാകട്ടെ നമ്മുടെയൊക്കെ ഈ ഒരു വർഷത്തെ വിഷു. ഈ ഒരു വർഷക്കാലം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ശ്രേയസ്സും അഭിവൃദ്ധിയും സന്തോഷവും സമാധാനവും സർവേശ്വരകാരകനായിരിക്കുന്ന ജഗദീശ്വരനിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മേടം രാശി മുതൽ മീനം രാശിയിൽ ജനിച്ച ഓരോരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ. പൂരോരുട്ടാതി നക്ഷത്രം 15 നാഴികയും ഉത്രട്ടാതി നക്ഷത്രവും രേവതി നക്ഷത്രവും കൂടിച്ചേരുന്ന മീനം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ശനീശ്വരൻ്റെ 7ര ശനിയുടേതായ കാലഘട്ടത്തിൽ ജന്മശനിയിലൂടെ സഞ്ചരിക്കുന്നതായിട്ടൊരു സമയമാണ് ഈ മീനം രാശിക്കാർ. എന്നാൽ ജന്മരാശ്യാധിപനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തി മൂലം നിലനിൽക്കുന്ന പ്രതിസന്ധി ഘട്ടങ്ങളെ ഒരു പരിധി വരെ തരണം ചെയ്യുവാനും അതുമൂലം ആശ്വാസം കിട്ടുവാനും കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമാണെങ്കിൽ ജന്മരാശ്യാധിപനായിരിക്കുന്ന ഈ വ്യാഴം തൻ്റെ ഉച്ചരാശിയിൽ ബലവാനായിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് ഈശ്വരാനുഗ്രഹത്തോടെ വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ആരോഗ്യ പരിപാലനത്തിൽ, ജീവിതാനുഷ്ഠാനങ്ങളിൽ, യാത്രകളിൽ, ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കണം. കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും പൊതുവേ സന്തോഷം കാണാമെങ്കിലും ചില സമയങ്ങളിൽ ചെറിയ തർക്കങ്ങളോ മനോവിഷമതകളോ വരാതെ നോക്കണം. വ്യാപാര വ്യവസായ മേഖലകളിലും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടതാണ്. പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ട് അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ ശ്രദ്ധിക്കണം. എന്നാൽ സാമ്പത്തികപരമായിട്ട് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുമെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവ് വർധനവിന് സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിലും ചാഞ്ചാട്ടം വരാതെ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം തീർച്ചയായിട്ടും വിജയ സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. അതുകൊണ്ട് മീനം രാശിയിൽ ജനിച്ചവർ ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഈ ഒരു സമയങ്ങളിൽ വളരെയധികം ഗുണം ചെയ്യും.